വണ്ണം കുറയ്ക്കാൻ വേണ്ടി നമ്മൾ കുറേ ആപ്സ് എക്സസൈസോ അതുപോലെ കുറേ ഓടിയിട്ടോ ഒന്നും കാര്യമില്ല. അതിനുവേണ്ടി നമ്മളുടെ വർക്കൗട്ടിൽ നമ്മൾ കോമ്പൗണ്ട് മൂവ്മെന്റ്സ് ആഡ് ചെയ്യണം. അതിൽ പ്രധാനപ്പെട്ട ഒന്നാണ് ഡെഡ് ലിഫ്റ്റ്. സോ ഡെഡ് ലിഫ്റ്റ് എങ്ങനെ പ്രോപ്പറായിട്ട് ചെയ്യാം അതിനുള്ളൊരു വീഡിയോ ആണിത്. ആദ്യമായി നമ്മൾ ബാർബൽ എടുക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് നമ്മളുടെ കാലിൻ്റെ വിരലിൻ്റെ നേരെയായിരിക്കണം ബാർബൽ ഇരിക്കുന്നത്. അതുപോലെ മാക്സിമം 1 feet ഡിസ്റ്റൻസ് ഈസ് എനഫ്. നമ്മളെപ്പോഴും ബാറിൽ പിടിക്കുമ്പോൾ നമ്മളുടെ ഫീറ്റിനേക്കാൾ കുറച്ചുകൂടെ അകലെ വിട്ട് വേണം പിടിക്കാൻ. ചെസ്റ്റ് നല്ലതുപോലെ അപ്പ് ചെയ്തിട്ട് വേണം നമ്മൾ ബാർ ലിഫ്റ്റ് ചെയ്യാൻ. ബാർ ലിഫ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ കോർ മസിൽസും അതുപോലെ അബ്ഡോമിനൽ മസിൽസും ടൈറ്റായി തന്നെ വെക്കാൻ ശ്രദ്ധിക്കുക. ഒരിക്കലും ലൂസ് ആക്കി പിടിക്കരുത്. അതിനുശേഷം കണ്ണാടിയിൽ നോക്കാതെ തന്നെ നേരെ ബാർ കൊണ്ട് പ്ലേസ് ചെയ്യാൻ ശ്രമിക്കുക. ഡെഡ് ലിഫ്റ്റ് ചെയ്യുമ്പോൾ നിങ്ങൾ ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക. നിങ്ങളുടെ ഹിപ്പ് മാക്സിമം ബാക്കിലോട്ട് തള്ളാൻ ശ്രമിക്കുക. അതിനുശേഷം മാത്രം ജസ്റ്റ് ഒന്ന് മുട്ട് ബെൻഡ് ചെയ്ത് തറയിൽ വെക്കുക. വീണ്ടും എടുക്കുക. വീണ്ടും ഇതുപോലെ ഹിപ്പ് ബാക്കിലോട്ട് തള്ളാൻ ശ്രമിക്കുക. എന്നിട്ട് തറയിൽ മുട്ടിക്കുക. ചില ആളുകൾ വെയിറ്റ് തറയിൽ തൊടാതെ ചെയ്യും, എന്നാൽ അത് റോങ് ആണ്. ഇങ്ങനെ തന്നെ ചെയ്ത് മാക്സിമം പഠിക്കുക. ഇനി ഡെഡ് ലിഫ്റ്റ് ചെയ്യുമ്പോൾ ആളുകൾ കാണിക്കുന്ന പ്രധാനപ്പെട്ട 3 മിസ്റ്റേക്കുകൾ. ഒന്നാമത്തെ മിസ്റ്റേക്ക്, കണ്ണാടിയിൽ നോക്കി തന്നെ എടുക്കാൻ ശ്രമിക്കുന്നു, കണ്ണാടിയിൽ നോക്കി തന്നെ വെക്കാൻ ശ്രമിക്കുന്നു. ഇങ്ങനെ ചെയ്യുമ്പോൾ നിങ്ങളുടെ ഈ ഒരു സെർവൈക്കൽ ഏരിയയിൽ പെയിൻ വരാൻ സാധ്യത കൂടുതലാണ്. രണ്ടാമത്തെ മിസ്റ്റേക്ക് ഇതാണ്, വെയിറ്റ് ലിഫ്റ്റ് ചെയ്യുമ്പോൾ നടു വളച്ച് ലിഫ്റ്റ് ചെയ്യുന്നു, അതുപോലെ വെക്കുമ്പോഴും നടു നല്ലതുപോലെ വളഞ്ഞിരിക്കുന്നു. ഇങ്ങനെ ചെയ്താൽ നിങ്ങൾക്ക് ലോവർ ബാക്ക് പെയിൻ ഉണ്ടാകും, അതുപോലെ നിങ്ങളുടെ നടു വെട്ടാനുള്ള സാധ്യത കൂടുതലാണ്. മൂന്നാമതായി, വെയിറ്റ് പ്ലേസ് ചെയ്യുമ്പോൾ മാക്സിമം മുട്ട് മടക്കി വെക്കാൻ നോക്കുന്നു. മുട്ട് മടക്കി വെയിറ്റ് വെക്കുന്നെങ്കിൽ അതിൻ്റെ പേര് സ്ക്വാട്ട് എന്നാണ്, അല്ല ഡെഡ് ലിഫ്റ്റ് എന്നല്ല.